ഈ ഒരു സിനിമ ദിലീപേട്ട ഹാറ്റേഴ്സിന് ഒരു തിരിച്ചടിയാണ്. രണ്ട് വാക്കല്ല, അതിൽ കൂടുതൽ വാക്കുകൾ പറയണമെന്നാണ്. നമ്മുടെ ഒരു പഴയ ദിലീപേട്ടനെ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പഴയ ദിലീപേട്ടൻ പുതിയ ദിലീപേട്ടൻ പടം വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിലുപരി വളരെ നമ്മുടെയൊക്കെ കണ്ണും കാതും എല്ലാം തുറപ്പിക്കേണ്ട ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. കല്ലിടിയായിട്ട് തോന്നിയത് ആകെ കൂടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു നല്ല കിടിലം പടം, ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. കോമഡി വൈസ് ആയാലും ക്ലൈമാക്സ് എല്ലാം നല്ല ഇമോഷണലാക്കി നല്ല കിടിലം പടം. ചേട്ടാ സിനിമയെക്കുറിച്ച് ഒന്നും പറയില്ല, കിടിലം പടം. ദിലീപേട്ടൻ്റെ തിരിച്ച് നമ്മൾ ഒരു ദിലീപേട്ടൻ സിനിമ എന്ത് പ്രതീക്ഷിച്ചാണ്, അപ്പം നമ്മളൊരു ഫാമിലി പടമായിരിക്കും ദിലീപേട്ടനെ പ്രതീക്ഷിക്കണം. അതേപോലെ തന്നെ ദിലീപേട്ട നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സിനിമ ദിലീപേട്ട ഹാറ്റേഴ്സിന് ഒരു തിരിച്ചടിയാണ്. ദിലീപേട്ടൻ എന്താണ് ആരൊക്കെ കുറ്റം പറയുന്നു അവർക്കെല്ലാം ഒരു തിരിച്ചടിയായിട്ടാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലാഗും ഇല്ല. നിങ്ങൾ വിശ്വസിച്ച് ദിലീപേട്ടൻ്റെ സിനിമ നിങ്ങൾ വിശ്വസിച്ച് തിയേറ്ററിൽ നിന്ന് കാണാമെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ട് വന്ന് കാണാം. ഇത് നമ്മുടെ ഇപ്പോൾ ഞാനൊരു ദിലീപ് ഫാനാണ്. ദിലീപ് ആയതുകൊണ്ട് പറയണതല്ല, നമുക്ക് 110% കൺവിൻസ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. അതുകൊണ്ട് ഒരു മാറ്റമില്ല. ദിലീപേട്ടന് കിടിലം പടം ഒരു 150 ചിത്രം ഏട്ടൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് തന്നെ നമുക്ക് കാണാം. നല്ല ഫിലിം, കോമഡി ഫിലിമായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട് കിട്ടി ഏകദേശം കിട്ടിയോ ഇല്ല. ഇതിപ്പോൾ നല്ല കോമഡിയാണ്. ഉർവശിയുടെയൊക്കെ എൻട്രി സൂപ്പറായിരുന്നു. കണ്ടിരിക്കാം, ഫാമിലി ഏറ്റെടുക്കും ഉറപ്പ്. സൂപ്പർ സിനിമ, നല്ല ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടൻ്റെ തിരിച്ചുവരവാണ്, അടിപൊളി സിനിമ, നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫാമിലിയോടെ പോയി കാണുക. സൂപ്പർ സിനിമ, നല്ല മൂവിയാണ്. നല്ല ഫാമിലി എൻ്റർടൈനറാണ്. കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സിൻ്റെ എല്ലാം ഉണ്ട്. ദിലീപേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പറയേണ്ടത് ഉർവശി ചേച്ചിയാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. രണ്ട് വാക്കല്ല, അതിൽ കൂടുതൽ വാക്കുകൾ പറയണമെന്നാണ്. പക്ഷേ സൂപ്പർ. ഇത് എന്തോ പറയാം, നമ്മുടെ ഒരു പഴയ ദിലീപേട്ടനെ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കമൊന്നുമല്ല, എന്താ പറയുക, വാക്കുകളില്ല. സൂപ്പർ. ഫാമിലീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല പടം കൊള്ളാം, വർക്കൗട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം ഫാമിലിക്കാർ ഇന്ന് വൈകിട്ടോട്ട് ഇനി ഫാമിലിയുടെ ഒരു ഒഴുക്ക് കാണാം നമുക്ക്. പഴയ ദിലീപേട്ടൻ പുതിയ ദിലീപേട്ടൻ പടം വർക്കൗട്ട് ആയിട്ടുണ്ട്, കൊള്ളാം. അതെ, ഫാമിലിക്ക് പറ്റിയതാണ്. ദിലീപേട്ടൻ്റെ നല്ലൊരു മൂവിയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ്, കോമഡി എല്ലാം നല്ല ആയിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ആയാലും ഓരോരുത്തരുടെ ടൈമിങ്ങും പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ദിലീപേട്ടൻ്റെ എക്കാലത്തെയും കോമഡി ആ പഴയ ഒരു നമ്മുടെ എന്താ പറയുക ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു മൂവിയാണ്. ഞാൻ ഈ ഇടക്കാലത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ല മൂവിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ദിലീപേട്ടൻ തുടരും, അതേ പറയാനുള്ളൂ. ദിലീപേട്ടൻ തുടരും, നല്ല മൂവിയാണ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്, വാച്ചബിൾ. നല്ല ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. കുറേ നാളായി ഇങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കണ്ടിട്ട് ദ്വയാർത്ഥ പദപ്രയോഗമില്ലാതെ, ഹിഡൻ മീനിങ് ഇല്ലാത്ത, നമ്മളെ പണ്ടൊക്കെ കണ്ട് ചിരിച്ച സന്ദേശം പോലുള്ള സിനിമകളിലുള്ള അതേപോലുള്ള കോമഡി. നമുക്കൊരു ദ്വയാർത്ഥ പദപ്രയോഗം ഇല്ല അതിനകത്ത്. ഇതൊക്കെയാണ് കോമഡി, ആ സിറ്റുവേഷൻ ബേസിലുള്ള കോമഡി. ഇതൊക്കെ കണ്ട് ചിരിച്ച് നല്ലൊരു കഥ. നമ്മുടെ ഏതൊരു കലയ്ക്കും ഒരു സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം വേണം. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പ്രത്യേകിച്ച് അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം തന്നെയാണ്. അതിലുപരി വളരെ നമ്മുടെയൊക്കെ കണ്ണും കാതും എല്ലാം തുറപ്പിക്കേണ്ട ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. അത് ഞാനും അനുഭവസ്ഥനാണ്. നമ്മുടെയൊക്കെ പിള്ളേർ ജീവിതത്തിൻ്റെ 40% ഈ ഒരു സാധനത്തിലേക്കാണ്, ഇല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വളരെ സമൂഹത്തിന് അത്രയ്ക്കും ആവശ്യമായിട്ടുള്ളൊരു ഐ ഓപ്പണറും കൂടെ ഈ സിനിമയിലുണ്ട്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. സിദ്ദിഖായിക്കോട്ടെ, മഞ്ജു പിള്ളയുടെ പേര് എടുത്ത് തന്നെ പറയണം. അവരുടെ ആക്ടിങ്, ദിലീപേട്ടൻ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കല്ലിടിയായിട്ട് തോന്നിയത് ആകെ കൂടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു കാസ്റ്റിംഗ് മാത്രമാണ് എനിക്കൊരു പേഴ്സണലി അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. അത് എന്തെങ്കിലും കാണുമല്ലോ, ഒരു പ്രശ്നം വേണമല്ലോ എല്ലാത്തിനും. അത് പക്ഷേ മോശമല്ല, അയാൾ പെർഫോം ചെയ്തിരിക്കുന്നതൊന്നും മോശമായിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു കോംബോ എനിക്കൊരു സിങ്കായിട്ട് ചേട്ടൻ അനിയൻ എന്നുള്ളൊരു കോംബോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം ഓവറോൾ സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇത് പ്രൊഡ്യൂസ് ചെയ്ത ലെസ്റ്റിൻ സ്റ്റീവനാണ്. കാരണം അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടു. കുറേ സിനിമ പെട്ടിയിൽ കിടക്കുന്നു, ഭയങ്കര നഷ്ടത്തിലാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരു കറേജ് കാണിച്ചല്ലോ. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു, ഇങ്ങനെ വാല്യൂ ഒന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ വെച്ച് സിനിമ എടുത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്, എന്നിട്ടും അയാൾ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ, ഇങ്ങനൊരു ഫാമിലിക്ക് വേണ്ടി ഇങ്ങനൊരു സിനിമ എടുത്തന്നെ എല്ലാ ഈ കേരളത്തിലെ ഫാമിലി അദ്ദേഹത്തോട് ഫാമിലികൾ കടപ്പെട്ടിരിക്കും.
ഉറപ്പായിട്ടും കടപ്പെട്ടിരിക്കും. നല്ലൊരു സിനിമ, സൂപ്പറായിട്ട് എല്ലാ ഫാമിലികൾക്കും ആ പേര് പറയുന്നത് പോലെ തന്നെ ഫാമിലിയായിട്ട് വന്ന് കണ്ട് ആഘോഷിച്ച് ഈ അവധിക്കാലം ആഘോഷമാക്കാൻ പറ്റിയ ഒരു സിനിമ. എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം. ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കോമഡിയും ഇല്ല, ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ല. എല്ലാ പിള്ളേരെയും കൊണ്ട് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളും വരണം ഫാമിലി. കാരണം അത് പറയാൻ കാരണം എൻ്റെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും മോനും പറയുന്നു അവർക്കിത് ഒരു പ്രാവശ്യം കൂടെ കാണണം എന്നാണ്, ഈ പടം കാണണം എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ഉറപ്പായിട്ടും ഒരു റിപ്പീറ്റ് വാല്യൂയും കൂടെ ഉള്ള ഒരു സിനിമ. എന്തായാലും അവർക്ക് എല്ലാവർക്കും, ദിലീപേട്ടനും ഇതിൻ്റെ ഡയറക്ടറായിക്കോട്ടെ എഴുത്തുകാരനായിക്കോട്ടെ മ്യൂസിക് ചെയ്ത ആളെയും എടുത്തു പറയണം. എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഓക്കെ.